ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. തലേ ദിവസം അരച്ച് വെച്ച മാവയ്ക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ തന്നെ നല്ലതുപോലെ പൊന്തി വന്നതുകൊണ്ട് തന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലൂടെ ആക്കിയിട്ട് 3 പാത്രത്തിലായിട്ടാണ് കേട്ടോ മാവ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടൻ തന്നെ ചായ ഇടുവാണ് കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട്. അപ്പോൾ ചേട്ടന് ജോലിക്കൊക്കെ പോയിട്ട് വന്നതിൻ്റെ നല്ല ശരീരവേദനയും ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ദേഹത്താകെ ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. അതാണ് ദേഹത്തൊക്കെ എണ്ണ കാണുന്നത്. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം നല്ല ദേഹവേദനയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ജോലിക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ദേഹവേദന എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ചായയായിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. സംസാരിച്ചിരുന്നതിന് ശേഷം ചേട്ടൻ ജോലിക്കായിട്ട് പോയി. പിന്നീടാണ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് കടന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയാണ് ആദ്യം വെച്ചത്. ഇഡ്ഡലിയും ചമ്മന്തിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ചേട്ടന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കുള്ള പങ്കാണ് കേട്ടോ. ചേട്ടന് കൊടുത്തുവിടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇല്ല. ഞാൻ ഒരിടം വരെ പോകുന്നുണ്ടല്ലോ. ഉച്ചയ്ക്കല്ല 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഒരിടം വരെ പോകുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടും ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇല്ലാതെ ഓക്കെ. ഇപ്പോൾ ആദ്യം വരുമ്പോഴും ഇല്ല, രണ്ടാമത് വരുമ്പോഴും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് ആളങ്ങനെ കാപ്പി രാവിലെ കൊണ്ടുപോയത് കേട്ടോ. അപ്പം കറികളെല്ലാം ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. തോരനും മീൻകറിയും ഒക്കെ ഒഴിക്കാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ ഉച്ചവരെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ ആ സമയത്ത് വന്ന് കഴിച്ചോളും. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന സമയത്തോട്ട് വീട്ടിലോട്ടൊന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇല്ല എന്നുള്ള കാര്യം വീട്ടിലോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വിളിച്ചു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മിക്കു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അവൻ ഇങ്ങനെ ഓടി നടന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ എബിയും ഉണ്ട് അടുത്ത് കൂടെ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഓടി കളിക്കുകയാണ് കിടന്ന്. 2 പേരും ഉണ്ട്. അപ്പോൾ എബിയും ആ സമയത്ത് എഴുന്നേറ്റു. ഇപ്പോൾ ഇതാ മിലു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിലുവിൻ്റെ അടുത്ത് ഫോൺ കൊണ്ടുപോയി. ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. ചേട്ടനെന്ന് വെച്ച 2 പേരും ജീവനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എബി ഇങ്ങ് വരുമ്പോഴുള്ള കാര്യമാണ്. മിലുവിനെ അറിയില്ല, മിക്കുവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫോൺ വിളിച്ചാൽ എബിയെ മാത്രമേ വിളിക്കത്തുള്ളൂ കേട്ടോ. അവൻ അങ്ങനെയാണ് മിക്കു. ഇനിയിപ്പം സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് എബിയെ ഇങ്ങ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരും. ആ സമയത്തൊക്കെ എങ്ങനെയാവുമെന്നാണ് നമ്മളെപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ട് കേട്ടോ കൂടെ. ആദ്യം എപ്പോഴും ഫുഡ് കഴിക്കാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ വീട്ടിലോട്ട് പോകാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ ടൈം അവനും എബിയുടെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വെങ്ങാനൂരോട്ട് വന്നു കേട്ടോ. വെങ്ങാനൂർ വന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയുടെ തന്നെ അധ്യാപക ദിനമാണ്, അധ്യാപക സംഗമമാണ് കേട്ടോ. നമ്മുടെ പാറശാല രൂപതയിലെ എല്ലാ അധ്യാപകരും വന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ്, ഉച്ചവരെ ക്ലാസ്സാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ രൂപതയുടെ പിതാവ് വന്നിട്ട് നമുക്ക് ഇനിയുള്ള സൺഡേ സ്കൂളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 25 വർഷം പൂർത്തിയായ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാംസ്. റബ്ബോനി എന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ പേര് വിളിക്കുന്ന റബ്ബോനി എന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവിടെ ചെന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ചായ കുടിക്കുന്ന ടൈം ഉണ്ടായിരുന്നു കേട്ടോ. നേരെ നമുക്ക് 1 മണിക്ക് തന്നെ അടുത്ത് ഫുഡും ഉണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് സമയത്തായിരുന്നു. നമുക്ക് 8:30-ക്ക് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 9 മണിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ചായ കുടിക്കുന്ന ടൈം നമുക്കൊരു ടൈം തരും. ആ ടൈമിനുള്ളിൽ കയറണം. കയറിയില്ലെങ്കിൽ അവിടെ ക്ലാസ് തുടങ്ങും. കാരണം എങ്കിൽ മാത്രമേ അവർ പറയുന്ന 4 മണി എന്നുള്ള ടൈമിൽ നമുക്ക് എല്ലാ പരിപാടിയൊക്കെ ചെയ്ത് നമുക്ക് ക്ലാസ് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ലാസ് ആയിട്ടും പറഞ്ഞു തരണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ക്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ക്ലാസ് ടൈമിൽ എല്ലാവരും കൃത്യമായിട്ടും തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ടൈമിൽ തന്നെ പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഓരോ നമ്മൾ ഈ 25 വർഷം പൂർത്തിയായ എല്ലാ അധ്യാപകരെയും പേര് വിളിച്ച് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിതാവ് വന്നു. പിതാവിന് ഒരു 5 മിനിറ്റ് പോലും എടുത്തോ എന്തോ അറിയില്ല. അത്രയ്ക്കും ലളിതമായിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തിയത്. അതിനുശേഷം 25 വർഷം പൂർത്തിയായ ഇവർക്കെല്ലാവർക്കും ആദരവും ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു അനുഗ്രഹം കിട്ടുന്നൊരു സമയവും കൂടെയാണ്. കാരണം 25 വർഷമൊക്കെ പൂർത്തിയാക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സൺഡേ സ്കൂൾ ഡയറി ഉണ്ട് നമുക്കവിടെ. സൺഡേ സ്കൂൾ ഡയറി തന്നെ ഇത് ഒട്ടിച്ച് വെക്കണം. അവിടെ നിന്നൊക്കെ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് തിരിച്ചപ്പോൾ ഷൈനി ചേച്ചിയുടെ നമ്മുടെ കൂടെ പള്ളിയിലുള്ള തന്നെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കയറി, ഇതിപ്പോൾ അവിടെ ഇരുന്നിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെയും ചായയും വാഴക്കപ്പമൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. നല്ല മഴയായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അംബേദ്കർ റോഡിൻ്റെ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നിൽപ്പുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ചേട്ടൻ വന്നത്. പിന്നെ എനിക്ക് നാളെ തൊട്ട് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി, പനങ്ങയോട് വന്നിട്ട് ഫ്രൂട്ട്സ് വാങ്ങി. പിന്നീട് ബീനയുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പാത്രം ഒന്നും കഴുകി വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകാതെയാണ് പോയത്. വന്നുടൻ തന്നെ ആദ്യം ആ ഒരു പണി അങ്ങ് കഴിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇനിയും രാത്രിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാത്രി കഴിക്കുന്ന പാത്രങ്ങളും ഫുഡ് കഴിക്കാൻ എടുക്കുന്ന പാത്രങ്ങളും ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അതും ഭയങ്കരമായിട്ടും കൂടുതലായിട്ട് കിടക്കും. ഇതിപ്പോൾ രാവിലത്തേക്ക് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ ഇടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഇടാൻ നിന്നു. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മൾ മൂന്നാർ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന തേയിലപ്പൊടിയാണ് കേട്ടോ. നല്ല തേയിലപ്പൊടിയാണ്, നല്ല കടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കോഫിയാണ് കേട്ടോ. നല്ല മണവും നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കോഫി പൗഡർ നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് കഴിക്കാനും കൊള്ളാം. അങ്ങനെ ചായയൊക്കെ ചായ ഇട്ട് കുടിക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് എണ്ണ പലഹാരങ്ങളോ ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഒന്ന് കഴിക്കാനായിട്ട് നിന്നത്. നന്നായിട്ട് ഡയറ്റ് എടുക്കണമെന്നുണ്ട് കേട്ടോ എനിക്ക്. നല്ല രീതിയിൽ തന്നെ അവർ പറയുന്നത് പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് രാവിലത്തെ എക്സസൈസും സൂംബ ഡാൻസും ഒക്കെ ഉണ്ട്. അത് കുറച്ച് അവർ നമുക്ക് ലിങ്കും പോലെ അയച്ചു തരും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം നമ്മൾ അതെടുത്ത് ചെയ്താൽ മതി. നമുക്ക് പറ്റാത്ത രീതിയിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാല് വയ്യാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അനുസരിച്ച് നമുക്കത് പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ടും വീട്ടിലോട്ടൊന്ന് വിളിച്ചു. കാരണം ഉച്ചയ്ക്കൊന്നും ഞാൻ പിന്നെ ഇടയ്ക്കൊന്നും ഒരു തവണ എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും മിക്കു ഭയങ്കര ഉറക്കമായിരുന്നു. മിക്കു എബിയും നല്ല തണുപ്പും മഴയൊക്കെ ആയിട്ട് രണ്ടുപേരും സുഖം ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം വിശേഷങ്ങളൊക്കെ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം വരെ അങ്ങനത്തെ കുറേ വിശേഷങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മിലുവിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വിളിച്ചാൽ മതി ഉടൻ ചിരിക്കുന്ന ആളാണ് കേട്ടോ മിലു. പിന്നെ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പിറ്റേന്ന് ഞായറാഴ്ചയാണല്ലോ കുടുംബശ്രീയിലെ കുറച്ച് കണക്കുകളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചതിന് ചേട്ടൻ ഒരു മാങ്ങ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാങ്ങയൊക്കെ കഴിച്ചു. അങ്ങനെ സുഖമായിട്ടിരുന്നു കേട്ടോ. സുഖമെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ല തണുപ്പൊക്കെ കിട്ടുന്നത്. ആ ഒരു തണുപ്പ് ആസ്വദിച്ച് അങ്ങനെ ടി വിയും കണ്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ ഞാൻ അങ്ങനെ അധികം ഇപ്പം അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. രാത്രിയിൽ ഇത് കഴിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്തി കേട്ടോ. വേറെ ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കുറേ നേരം വരെ സിനിമ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഒന്ന് കിടക്കാൻ പോയത്, കാരണം നാളെ നേരത്തെ എണീക്കണമല്ലോ. അങ്ങനെ ഇനി ഈ കാണിക്കുന്ന കുറച്ച് മിക്കുവിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അവർ ടൂറ് പോയപ്പോൾ എടുത്ത കുറേ വീഡിയോസാണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. അപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക വീഡിയോസിൻ്റെ താഴെ. അപ്പോൾ ഇതുപോലുള്ള കമൻസ് ആയിരിക്കും ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പം നല്ലൊരു ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വൈകുന്നേരത്താണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം അവർക്ക് നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ പള്ളി ഒരു തീർത്ഥാടന പള്ളി കൂടെയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്, തീർത്ഥാടന പള്ളിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.